കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ താങ്കളോട് ആവശ്യപ്പെട്ടാൽ താങ്കൾ മത്സരിക്കുക? അത് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആളാണ്. ഞാൻ കമ്മ്യൂണിസത്തിൻ്റെ മാതിരി ഒരൊറ്റ രേഖയിൽ സഞ്ചരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമല്ല കോൺഗ്രസ്. എങ്ങനെ ഇയാളുടെ തെറ്റുകൾ കണ്ടുപിടിക്കാമെന്നാണ്. അതാണ് ഇതിൽ കോൺഗ്രസ്. ആഭ്യന്തര രംഗം വളരെ പരിതാപകരമായിരുന്നു. പോലീസ് ബ്രൂട്ടാലിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞു. ഇ പി ജയരാജൻ പറഞ്ഞതല്ലേ, അത് സിനിമയിലല്ലേ. സിനിമയിൽ എന്താ ആൾക്കാർക്ക് വിവരിക്കാൻ നടക്കുക? തിരിച്ചു പറഞ്ഞു. ഓക്കെ, അന്ന് ഉള്ളുകൊണ്ട് സന്തോഷത്തിൽ പറയുന്ന നമ്മളും എല്ലാ അരിയാഹാരം കഴിക്കുന്ന ഒരാളാണ്. അവർ ഏതെങ്കിലും സമുദായത്തിൻ്റെയോ ഏതെങ്കിലും സഭയുടെയോ ഒക്കെ പ്രതിനിധികൾ തന്നെ അല്ലാതെ പറയണ്ട. മുസ്ലിംസ് കൂടുതലുള്ള സ്ഥലത്ത് മുസ്ലിം കാൻഡിഡേറ്റിന് തന്നെയാണ് ഇടതുപക്ഷം നിർത്തുക. ബൂത്ത് തലത്തിൽ ഉള്ള പ്രവർത്തനത്തിൽ പോലും കോൺഗ്രസ് പിന്നോട്ടായിരുന്നു. ഇത്രയും നാളും ദീപ്തി മേരി എന്താണ് പാർട്ടിക്ക് വേണ്ടി ചെയ്തത് നമുക്കറിയാം. തിരഞ്ഞെടുപ്പാകുമ്പോൾ കുറേ ഞാഞ്ഞൂര് പാർട്ടികളെ കൂട്ടി പിടിക്കേണ്ടി വരും. അതൊക്കെ ഈ തിരഞ്ഞെടുപ്പ് നാടകത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. പിണറായി വിജയൻ ഇപ്പം തന്നെ പ്രായമായി, വയ്യ, പകരക്കാരന് വെക്കാൻ അവർക്കില്ല. ഇവിടെ നിങ്ങൾ ഒന്നിനൊന്നും വെച്ചാണ്. അപ്പോൾ നമ്മൾ കോളേജത്തെ മാഷ 40 ലക്ഷം കൊടുത്ത് കയറിയാതെ പറയും, 50 ലക്ഷം കൊടുത്ത് കയറിയാതെ പറയും. അന്നത്തെ കൺസെപ്റ്റിൽ തൊഴിലാളിയാണ്. ഇന്ന് തൊഴിലാളി എന്നുള്ള കൺസെപ്റ്റേ മാറി. ലക്ഷങ്ങൾ വാങ്ങുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു തൊഴിലാളി വർഗത്തിൽ കാണിച്ചു തരാൻ പറ്റില്ല. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. ഈ ജോയിട്ടാ, ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം പറയുന്ന ആളാണ്. രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തവണത്തെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഗംഭീരമായിട്ട് വിജയവും പരാജയവും സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, ഇത് സ്വാഭാവികമായിട്ടും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ളൊരു ചൂണ്ടുവലകയാണെന്ന് ഞാൻ വോട്ട് ചെയ്ത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. കാരണം പൊതുവൊരു ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നില്ല ആൾക്കാർ. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഹൈദരാലി എന്നെ ഒരു കാരവൻ വെച്ച് ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. എനിക്കിപ്പോൾ ഓർമ്മ വരാം. എനിക്ക് തോന്നുന്നു കനകങ്കാമിനി കലഹം അഭിനയിക്കുന്നതിന് ഇടയ്ക്കാൻ തോന്നുന്നു, ഇടശ്ശേരിയുടെ ഫ്രണ്ടിൽ. അവിടെ നിന്ന്. അപ്പോൾ ഹൈദരാലി വളരെ കോൺഫിഡൻസോട് കൂടെ പറയുകയും ചെയ്തു, പിണറായി വിജയൻ തന്നെ വരികയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു നല്ലതാണ്, അയാൾ നല്ല ഭരണാധികാരിയാണ്, പക്ഷേ എന്നാലും ഇപ്പുറത്ത് ഒരു സാധ്യത ഉണ്ട്, അങ്ങനെ കുഞ്ഞാലിക്കുട്ടിക്കൊരു സാധ്യത ഉണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതെ അതെ. ഇതൊക്കെ വെറുതെ അടിക്കുന്നതാണ്. ചെറിയ നിഗമനങ്ങളാണ് നമുക്കുള്ളൂ. നമുക്കൊരു ഇപ്പം വക്കീൽ ജയശങ്കറിൻ്റെ മാതിരി എനിക്ക് കൃത്യമായ കണക്കൊന്നും എനിക്കില്ല. കക്ഷിക്കൊക്കെ വോട്ടിൻ്റെ കണക്ക് വരെ അറിയാം, ഓരോരുത്തർ കിട്ടിയ വോട്ട് വരെ അന്തം വിട്ടുപോയിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ ഒരിക്കൽ ചോദിച്ചു കണ്ടപ്പോൾ, ഇത് ശരിക്കും നിങ്ങൾ ഉള്ളത് തന്നെയാണോ പറയുന്നത്? നിങ്ങളാരും ചാലഞ്ച് ചെയ്യില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ വെറുതെ പറയണം. അല്ലല്ല, എനിക്ക് നല്ല താല്പര്യമുള്ള വിഷയമുണ്ട്, ഒക്കെ സൂക്ഷിച്ച് നോക്കും, സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് UDF അനുകൂലമായൊരു തരംഗമുണ്ട്. 2-3 കാര്യങ്ങൾ. ഒന്ന്, ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത നികുതി വർധനം എല്ലാ ഏരിയയിലുണ്ടായിട്ടുണ്ട്. പിന്നെ ആഭ്യന്തര രംഗം വളരെ പരിതാപകരമായിരുന്നു. പോലീസ് ബ്രൂട്ടാലിറ്റി നമ്മൾ കണ്ടതാണല്ലോ, TV-യിലൊക്കെ കണ്ടതല്ലേ. അത് ഒരു സ്ത്രീയെ തല്ലുന്ന വരെ ലാസ്റ്റ് ഇപ്പോൾ ഇറങ്ങി CCTV കണ്ടില്ലേ, പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട്. പിന്നെ ഈ അഴിമതി ആരോപണങ്ങൾ, എല്ലാ വഴിക്കും അഴിമതി ആരോപണങ്ങൾ. മകളുടെ പേരിൽ, മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള ഇഷ്യൂസ്. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തും കൂടി ആയപ്പോൾ ഈ എന്താ പറയുക, മോങ്ങാനിരുന്ന അതിൻ്റെ തലയിൽ തേങ്ങ അതിന് മറുപടി ഇല്ലാതായി. മറുഭാഗത്ത് ഇവരിറക്കിയ തുരുപ്പ് ഷീട്ടെന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ അവിഹിതങ്ങളാണ്. പക്ഷെ അതിനെ ഇവർ സ്റ്റേണായിട്ട് മുളയിൽ നുള്ളിങ്ങ് കളഞ്ഞു. അയാൾ ആദ്യം തന്നെ പാർട്ടിയുടെ ആദ്യം പുറത്താക്കി, സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. അതോടെ ഇവരുടെ ഒരു മുറയിലങ്ങ് വലുതായി ജനങ്ങളുടെ ഇടയിൽ. നിങ്ങൾ ആലോചിക്കുന്നതൊക്കെ എഡ്യൂക്കേറ്റഡായ ആൾക്കാരാണ്. ഇപ്പോൾ TV കാണുന്നതും മൊബൈൽ നോക്കുന്നതും ഒക്കെ പുതിയ ജനറേഷനാണ്. അപ്പോൾ ഈ ജനറേഷനിലുള്ള ആൾക്കാർ നോക്കുന്നത് ഒരു പാർട്ടിക്ക് വേണ്ട
മറുഭാഗത്താണെങ്കിലോ ഇവർ മറ്റൊരാരോപിക്കുന്ന മാതിരി പലരെയും ചേർത്ത് പിടിച്ചിരിക്കുക. നമ്മൾ ആൾക്കാർ വേറൊന്നും പറയുന്നില്ല. ഈ ആരോപണങ്ങളിൽ വന്നവർ പലരെയും ചേർത്ത് പിടിച്ചിരിക്കുന്നു. പല പല കാരണങ്ങൾ പറഞ്ഞിട്ട്, തീവ്രത കുറവാണ്, സിനിമാക്കാർക്ക് അങ്ങനെയാവാം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇ പി ജയരാജൻ പറഞ്ഞതല്ലേ, അത് സിനിമയിലല്ലേ, ഇത് സിനിമയിൽ എന്താ ആൾക്കാർക്ക് വിവരിക്കാൻ നടക്കുക. അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ വിവരക്കേടൊക്കെ പറയുന്നുണ്ടേ. പബ്ലിക്കിനിടയിൽ ഒരു ഇഡിയോട്ടിക് ഫീലാണ് ഇങ്ങനത്തെ ഇതിനൊക്കെ കിട്ടുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞല്ലേ കോൺഗ്രസിൻ്റെ നില മെച്ചപ്പെട്ടത്. ആ ഒറ്റ കാര്യം രാഹുലിനെ ചേർത്ത് പിടിച്ചിട്ട് ന്യായീകരിക്കാൻ നിന്നിരുന്നെങ്കിൽ സംഗതി മാറിയാണ്. പിന്നെ അവരുടെ മുൻനിരയിൽ നിൽക്കുന്നതൊക്കെ ഒന്നിനൊന്നും മെച്ചപ്പെട്ട ആൾക്കാരാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാനോട്, നിങ്ങൾ പറയും കോൺഗ്രസ്സിൽ ഭയങ്കര ഗ്രൂപ്പ്, വടി വഴക്ക്, മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ തന്നെ അതിന് പല ആൾക്കാരും ധൃതി കൂട്ടുന്നു, പലരും തമ്മിൽ തല്ലുന്നു എന്നൊക്കെ. മറുഭാഗത്ത് നോക്കി നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾക്ക് ആകെ കാണിക്കാൻ എപ്പോഴും പിണറായി വിജയനെ അല്ലേ. പിണറായി വിജയൻ ഇപ്പം തന്നെ പ്രായമായി, വയ്യ, പകരക്കാരനെ വെക്കാൻ അവർക്കില്ല. ഇവിടെ നിങ്ങൾ ഒന്നിനൊന്നും മെച്ചാണ്. നിങ്ങൾ 4 നോക്കിക്കോ, ഞാൻ ആൾക്കാർ വേറെ ഒന്നും പറയുന്നില്ല, 5 നോക്കിക്കോ, 6 നോക്കിക്കോ, ഒന്നിനൊന്നും മെച്ചപ്പെട്ട ആൾക്കാരാണ്. മറ്റടുത്ത് ആരൊക്കെയുള്ളത്? മുഖ്യമന്ത്രി പദത്തിന് പകരം നിൽക്കുന്ന ആൾക്കാർ ഒരാളെ പേര് പറ. മണിയാശാന, ശിവൻകുട്ടിയാണ്, ചിരിക്കാൻ പറഞ്ഞത്. ശൈല ടീച്ചറുണ്ട്. ശൈല ടീച്ചറെ നിർത്തും, പണ്ട് VS മുമ്പ് കാണിച്ച വരി നിർത്തും. വേറെ ആരുള്ളത്? ഒരു ശൈല ടീച്ചറുണ്ട്, കഴിഞ്ഞോ? അതൊന്നും തീരുന്നില്ല. ഇവിടെ നോക്ക് നീ. അപ്പോൾ ഈ ഗ്രൂപ്പ് അവർ തമ്മിൽ അടിക്കണം, അതുകൊണ്ട് അവർ ഈ പവറിലേക്ക് വന്ന പ്രശ്നമാകുമെന്ന് വിചാരിക്കുന്നത് വെറുതെയാണ്. ഒരു കണക്കിന് നല്ലതാണ്. എന്താ വെച്ചാൽ ഇതിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുമ്പോൾ മറ്റവരൊക്കെ ജാഗരൂകരായിരിക്കും. എങ്ങനെ ഇയാളുടെ തെറ്റുകൾ കണ്ടുപിടിക്കാമെന്നാണ്. അതാണ് ഇതിൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം. മറ്റേത് ഏകാധിപത്യമല്ലേ, ഒരാൾ മാത്രം അയാൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക. അയാൾ ആശ്രയിച്ച് നിൽക്കുന്നവരൊക്കെ അവരൊക്കെ സുരക്ഷിതരാണ്. ഞാൻ ഏകാധിപത്യത്തിനെതിരായതുകൊണ്ടാണ്. അപ്പോൾ UDF പ്രതീക്ഷിക്കാം ഒരുപാട് വകുപ്പുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. UDF പ്രതീക്ഷിക്കാമെന്ന് പറയുമ്പോഴും ഇപ്പം നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ക്യാപ്റ്റൻ ഒരു വിവാദമായി അല്ലേ. ആ സമയത്ത് ചെന്നിത്തലയും VD സതീഷുമായിട്ട് ഞാനാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ സതീശൻ മറുപടി പറഞ്ഞു. ഓക്കെ, ഇത്തവണ മേജറാന്ന് പറഞ്ഞത്, മേജറാന്ന് പറഞ്ഞു. അതെ അതെ, തിരിച്ചു പറഞ്ഞു. ഓക്കെ, അന്ന് ഉള്ളുകൊണ്ട് സന്തോഷത്തിൽ പറയുന്ന നമ്മളും എല്ലാ അരിയാഹാരം കഴിക്കുന്നവരാണല്ലോ, സന്തോഷത്തിന് പറയുന്നത് നമുക്ക് ആർക്കും മനസ്സിലാവുന്നത്. ഇപ്പം ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഫേസ്ബുക്ക് പേജ് വായിച്ച്, അത് പാർട്ടിക്കാരെഴുതിയ, കോൺഗ്രസ് പാർട്ടിക്കാരെഴുതിയ, വീതം വെപ്പ്, ഇത്രയും ഇലക്ഷൻ നിന്നിട്ട് വീതം വെപ്പ് എന്ന് കോൺഗ്രസിൽ തന്നെ വീതം വെപ്പ്, ചെയർമാൻ സ്ഥാനമാണെങ്കിലും മേയർ സ്ഥാനമാണെങ്കിലും, ദീപ്തി മേരിയുടെ കാര്യം തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന, അതൊരു സഭയുടെ കീഴിലേക്ക് പോകുന്നു. ലത്തീൻ കത്തോലിക്ക പറയുന്നവരുണ്ട്. ഇത്രയും നാളും ദീപ്തി മേരി എന്താണ് പാർട്ടിക്ക് വേണ്ടി ചെയ്തത് നമുക്കറിയാം. ഇപ്പം തൃശ്ശൂർ തന്നെ പൈസ ചോദിച്ചെന്നൊരു വിവാദം വരുന്നു. ഇത് കോൺഗ്രസിനെ ഒന്നും കൂടെ, സാധാരണ കോൺഗ്രസ് പ്രവർത്തനത്തിനുള്ളിൽ അതൊരു ബുദ്ധിമുട്ടായി തോന്നുമില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് തന്നെയല്ലേ CPM സംഭവിക്കുന്നത്. ഓരോ മന്ത്രിമാരെയും എടുത്തു പോയിക്കോ, ഓരോ MLA എടുത്തു പോയിക്കോ, അവർ ഏതെങ്കിലും സമുദായത്തിൻ്റെയോ ഏതെങ്കിലും സഭയുടെയോ ഒക്കെ പ്രതിനിധികൾ തന്നെ, അല്ലാതെ പറയണ്ട. മുസ്ലിംസ് കൂടുതലുള്ള സ്ഥലത്ത് മുസ്ലിം കാൻഡിഡേറ്റിന് തന്നെയാണ് ഇടതുപക്ഷം നിർത്തുക അല്ലേ. ലത്തീൻ ക്രിസ്ത്യൻസ് ഉള്ള സ്ഥലത്ത് ലത്തീൻ ക്രിസ്ത്യാനിയെ തിരഞ്ഞെടുക്കും, അല്ലാതെ ഒരാളെ നിർത്തുമല്ലോ. ഇല്ല. അപ്പോൾ അവിടെ ഇവിടെയും ഇതുണ്ട്. അതുകൊണ്ടൊരു വ്യത്യസ്തത വരുന്നില്ല. പിന്നെ ഇത് ഇതൊരു ഈ കോൺഗ്രസിൻ്റെ ആശയം എന്നത് പല ആൾക്കാരും പല രീതിയിൽ ആണ് ലീഡർഷിപ്പിൽ കാണുന്നത്. എന്നുവെച്ചാൽ ഇവരൊക്കെ കോൺഗ്രസിൻ്റെ ആശ്രയത്തിലാണെങ്കിലും കമ്മ്യൂണിസത്തിൻ്റെ മാതിരി ഒരൊറ്റ രേഖയിൽ സഞ്ചരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമല്ല കോൺഗ്രസ് തന്നെ പണ്ടേ ഗ്രൂപ്പുകളുണ്ട്. പട്ടേലുള്ളപ്പോഴും മഹാത്മാഗാന്ധിയുള്ളപ്പോഴും നെഹ്റു ഉള്ളപ്പോഴൊക്കെ വ്യത്യസ്തങ്ങളായ ചിന്തകൾ വന്നിട്ടുണ്ട്. VK കൃഷ്ണമോഹൻ, ഇവരൊക്കെ പല ഗ്രൂപ്പുകളാണെന്നും ചരിത്രം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണിത്. അപ്പോൾ ഇതിലും ആ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. ഇന്ദിരാ ഗ്രൂപ്പ് ഉണ്ടാവും, AK ആന്റണി ഗ്രൂപ്പ് ഉണ്ടാവും, മറ്റേ ഗ്രൂപ്പ് ഉണ്ടാവും, മറ്റേ ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് ഉണ്ടാവും. ഇതിൽ വീതം വെപ്പല്ലേ നടക്കുക? പിന്നെ അങ്ങനെ നടക്കുള്ളൂ. അത് സ്വാഭാവികമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നവർ ഏകാധിപത്യ പ്രവണതയിൽ ഒരൊറ്റ ആൾ തീരുമാനിക്കുന്നു, ഇന്ന ആൾക്കാർക്ക് വോയിസ് ഇല്ല. പിന്നെ ഇത് വോയിസ് ഉണ്ട്, നിങ്ങൾക്ക് പറയാമല്ലോ അയാൾ ശരിയല്ല, ഇയാൾക്ക് കൊടുക്കുമെന്ന് പറയാം. എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും ഒരു ബഹുസ്വരതയെ കാണണം.
അങ്ങനെ വേണം, ഒരു കൂട്ടായിട്ട് വേണം കാര്യങ്ങൾ. അത് കോൺഗ്രസ്സിന് ഉള്ളൂ. കോൺഗ്രസ്സാണ് ഇപ്പം കമ്പാരിറ്റീവ്ലി കാണുന്നത് ആ രീതിയിലുള്ള ഡെമോക്രസി. ആ രീതിയിൽ ഡെമോക്രസി നിലനിർത്തി കൊണ്ടുപോയതാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് വിജയിക്കാൻ കാരണം. വിശേഷിച്ച് മനസ്സിലായില്ലേ? അവർ കേഡർ പാർട്ടിയല്ല, അത് മനസ്സിലാക്കണം. അടിത്തട്ടിൽ നിന്നവർക്ക് അങ്ങനെ വലിയ വേരുകളൊന്നുമില്ല. അപ്പോൾ ബൂത്ത് തലത്തിൽ ഉള്ള പ്രവർത്തനത്തിൽ പോലും കോൺഗ്രസ് പിന്നോട്ടായിരുന്നു. ഇപ്പം എൻ്റെ അനിയൻ്റെ ഫാമിലിയൊക്കെ കോൺഗ്രസ്സിൽ വോട്ട് ചെയ്യാൻ തീരുമാനിച്ച ആൾക്കാർ, അവർ വോട്ടില്ല, ലിസ്റ്റിൽ പേരില്ല. അങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ കോൺഗ്രസ്സിൽ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള പല ആൾക്കാരെയും ബോധപൂർവം വെട്ടിയിട്ടുണ്ട്. അൻവറിൻ്റെ വരവ് ഗുണം ചെയ്യും? ദോഷമേ ഉള്ളൂ, വ്യക്തിപരമായിട്ട് ദോഷമേ ഉള്ളൂ. കാരണം അദ്ദേഹം ഒരു നിലപാടില്ലാത്തൊരു മനുഷ്യനല്ലേ. ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നെ CPM പോയി ഇടതുപക്ഷത്തേക്ക്, പിന്നെ വീണ്ടും ഇങ്ങോട്ട് വരാൻ നോക്കി പറ്റാതെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഐഡിയോളജിയും അൻവറിൻ്റെ ഐഡിയോളജിയും ഒന്നും എന്തെനിക്കറിയില്ല തമ്മിലുള്ള ബന്ധമൊന്നും. പിന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ തടയണ പൊളിക്കാൻ പറഞ്ഞത് പൊളിച്ചിട്ടൊന്നുമില്ല. എന്തായാലും ഒരു ഗുണം ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ തിരഞ്ഞെടുപ്പാകുമ്പോൾ കുറേ ഞാഞ്ഞൂല് പാർട്ടികളെ കൂട്ടി പിടിക്കേണ്ടി വരും. അപ്പോൾ അവിടെയും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ ജോസ് കെ മാണിക്ക് യാതൊരു സീറ്റും അവിടെ ഇല്ലെങ്കിലും ജോസ് കെ മാണി അവരവിടെ നിൽക്കുന്നില്ലേ? ജോസ് കെ മാണിയൊക്കെ ഒരു പാരമ്പര്യമുള്ള പാർട്ടിയാണ്. പാരമ്പര്യമുള്ള പാർട്ടിയാണ്, എത്ര പല ഘടകങ്ങളായി പിരിഞ്ഞതല്ലേ. മാണിയുടെ മകൻ എന്നുള്ളൊരു പാരമ്പര്യം ഇപ്പോഴും അവിടെ ഉള്ളൂ, റൂട്ട്സ് ഇല്ല. ഈ അൻവറിന് 29,000 വോട്ടോ മറ്റേ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് തിരഞ്ഞെടുപ്പ് വിജയമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് എടുത്തപ്പോൾ തന്നെ അടി തുടങ്ങി. എടുത്തപ്പോൾ അടി തുടങ്ങും. അൻവർ പറഞ്ഞു, സതീശൻ പറയുന്നു, തിരിച്ച് അൻവർ പറയുന്നു, സതീശൻ തിരിച്ചു പറയുന്നു. അതൊക്കെ അനുഭവിക്കേണ്ടി വരും. ആര്? ആരെങ്കിലുമൊക്കെ അനുഭവിക്കും. എടുത്തവരോ എടുപ്പിച്ചവരോ? എടുത്തവരും അനുഭവിക്കും. സതീശൻ മനസ്സാൽ ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെട്ടെടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സതീശൻ്റെ എനിക്കറിയില്ല. അധികാരം മോഹിച്ചിട്ടാണ് അവരൊക്കെ വരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ അവരൊക്കെ തിരിയും. ഇതാണ് ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ അൻവറിന് സംഭവിച്ചത്. അൻവറിന് വേണ്ടത്ര അധികാരം കിട്ടിയില്ല. അപ്പോൾ അൻവർ കലാപക്കൊടി ഉയർത്തി. ഇവിടെ ഇതന്നെ സംഭവിക്കും. MLA സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ രാജ്യത്തെ സേവിക്കാനല്ലല്ലോ വരുന്നത്, ആണോ? നാട് നന്നാക്കാനാണോ? അല്ലല്ലോ. ഒരിക്കലും മുഖ്യമന്ത്രി പിണറായി വിജയനെ പറഞ്ഞത് അപ്പുറത്തേക്ക് തന്നെ സതീശനും പറഞ്ഞാണ്. ഇന്നല്ലോ 1000 കോടി 100 എത്ര കോടി ആംബുലൻസ് കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഭയങ്കരമായിട്ട് പറഞ്ഞ ആളാണ്. ആ സതീശൻ ഇന്നലെ ചേർത്ത് പിടിച്ച് കാണുമ്പോൾ ഈ സമൂഹത്തിൽ ഞാനും ഞെട്ടിപ്പോയി. സമൂഹത്തിൽ എന്താണ് പറയുന്നത്? ഞാനും ഞെട്ടിപ്പോയി. കാരണം അതൊക്കെ ഈ തിരഞ്ഞെടുപ്പ് നാടകത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. അത്രേ ഉള്ളൂ. അതൊന്നും ഒരു ഗൗരവത്തിലെടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് സതീഷ്. സതീഷിൻ്റെ സ്ട്രാറ്റജിയാണ് ഇപ്പം വിജയം കണ്ടതൊക്കെ തന്നെ. മുഖ്യമന്ത്രി UDF വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെയായിരിക്കും? ജോയി മാത്യു? അല്ല, അങ്ങനെയല്ല. അത് ഞാൻ തീരുമാനിച്ചൊരു കാര്യം. ഒരു ആഗ്രഹം ഉണ്ടല്ലോ. അല്ല, ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ ശത്രു ഒക്കെ എനിക്ക് നല്ല സ്നേഹബന്ധങ്ങളുണ്ട് അവരൊക്കെ ആയിട്ട്. എന്തിനാ അത് മത്സരിക്കുന്നുണ്ടോ? ഞാനോ? ഏയ്, അങ്ങനെ ഒരു സംസാരം നടക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാക്കാൻ താങ്കളെ സമീപിക്കുന്നു. താങ്കൾക്ക് ഒരു ആഗ്രഹം ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ താങ്കളോട് ആവശ്യപ്പെട്ടാൽ താങ്കൾ മത്സരിക്കുമോ? അല്ല, അത് ആലോചിക്കേണ്ട കാര്യം. കാരണം നമ്മളൊരു ഫുൾ ടൈമർ ആയിട്ട് ജനങ്ങളെ സേവിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പാടുള്ളൂ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് അല്ലാതെ തന്നെ കുറച്ച് പണികളുണ്ട്. ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള, എനിക്ക് താല്പര്യമുള്ള, സന്തോഷമുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല, എനിക്കിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, അധികാരം വേണമെന്നില്ല. അധികാരമില്ലാതെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ചിന്ത ഇപ്പം എനിക്കില്ല കേട്ടോ. ഇല്ല എന്നും പറയുന്നുമില്ല. ഇപ്പോൾ ഇല്ല, ഈ നിമിഷം വരെ ഇല്ല. ഇപ്പോൾ ഈ നമ്മൾ ഇരിക്കുമ്പോൾ നാളത്തെ കാര്യം പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ തട്ടിപ്പോയ മരിച്ചുപോയാലോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും പറ്റില്ല. ബീയിങ് ആണ്. ഇപ്പോൾ ഈ നിമിഷം വരെ ഇല്ല. ഇനി എന്താണെന്ന് പറയാനും പറ്റില്ല. അതൊന്നും പറയാൻ പറ്റില്ല. അതാണല്ലോ സ്വാഭാവികമാണ്. എന്താണെന്ന് നമുക്ക് നാളെ ചിലപ്പോൾ പ്രധാനമന്ത്രിയാണെന്ന് തോന്നിയാലോ?
ഒരു കാര്യം നടക്കില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്. അതുകൊണ്ട് നാളത്തെ കാര്യം നാളെ. ഞാൻ ഇന്ന് വിശ്വസിക്കുന്ന ആളെ ഞാൻ ബീയിങ്ങേ ഉള്ളൂ. ടുമോറോ എൻ്റെ വിഷയമേ അല്ല. മരണാനന്തര പ്രശസ്തി ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ചില ആൾക്കാരില്ലേ മരിച്ചു കഴിഞ്ഞ് ഭയങ്കര പ്രശസ്തനാണെന്ന്. എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഈ രാഷ്ട്രീയത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉള്ളുകൊണ്ട് കമ്മ്യൂണിസ്റ്റാണോ താങ്കൾ? അത് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് ഫിലോസഫി ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പാർട്ടിയല്ല. പാർട്ടിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നുമല്ല. കമ്മ്യൂണിസം മുമ്പോട്ട് വെക്കുന്നത് മനുഷ്യൻ്റെ നന്മയാണ്, ബേസിക്കലി സാഹോദര്യമാണ്, സോഷ്യലിസമാണ്, എല്ലാവരും ഒരുപോലെ. ഇത് നടക്കുമോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ നമുക്ക് സ്വപ്നം കാണാമല്ലോ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ കോൺഗ്രസ് അനുകൂല നിലപാടെടുക്കുമ്പോഴും നമ്മളതിലത്തെ സോഷ്യലിസ്റ്റുകളെ കാണുന്നത്. അതിലത്തെ സോഷ്യലിസ്റ്റ് രീതികൾ നമുക്കിഷ്ടമാണ്. ഇപ്പോൾ നെഹ്റു അതാണ് കൊണ്ടുവരാൻ നോക്കിയത്. ഇന്ത്യയുടെ പ്രത്യേക പരിസ്ഥിതിയിൽ നെഹ്റു കൊണ്ടുവരാൻ നോക്കിയത് സോഷ്യലിസ്റ്റ് രാജ്യമാക്കാൻ ഇന്ത്യനെ. അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയനായിട്ട് എടുത്തത്, അമേരിക്കയായിട്ടല്ല എടുത്തത്. ഇന്ദിരാഗാന്ധിയും ചെയ്തത് തന്നെയാണ്. ഒരു മിക്സഡ് എക്കോണമി പ്ലാൻ ചെയ്തിട്ട് ഒരു സോഷ്യലിസ്റ്റ് രീതിയിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരാൻ നോക്കിയിട്ടുള്ളത്. നേരെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ നോക്കിയിട്ടുള്ളത് ഡയറക്റ്റായിട്ട് മാർക്സിസം ലെനിനിസം അപ്ലൈ ചെയ്യാനാണ്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മളുടെ ജാതിപരമായ വേർതിരിവുകൾ, ഭാഷാപരമായ വേർതിരിവുകൾ, അതിർത്തിപരമായ വേർതിരിവുകൾ ഇവിടെയൊന്നും ഇപ്പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ട് വെക്കുന്ന ഒരു തൊഴിലാളി വർഗ സർവാധിപത്യം സാധ്യമല്ല എന്ന് ദിനംപ്രതി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകം മാറുന്നു, മനുഷ്യർ മാറുന്നു, ചിന്തകൾ മാറുന്നു, കുറേ കൂടെ ബ്രോഡാകുന്നു ആൾക്കാർ ചിന്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്കൊരു തൊഴിലാളി വർഗത്തിൽ കാണിച്ചു തരാൻ പറ്റില്ല. ഇപ്പോൾ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് തൊഴിലാളികളാണ്. പക്ഷേ മാർക്സൊക്കെ പറഞ്ഞ രീതിയിലുള്ള തൊഴിലാളി വർഗ്ഗമല്ല അത്. ഇവർക്ക് സംഘടിക്കാനും പറ്റില്ല. ഇപ്പോഴത്തെ തൊഴിലാളി ഈ സോഫ്റ്റ്വെയർ ടെക്നോളജിയിലൊക്കെ രംഗത്തൊക്കെയുള്ള ആൾക്കാർക്ക് സംഘടിക്കാൻ പറ്റില്ല. ഇവർ ലോകം മുഴുവൻ ഉണ്ട്. ഇവരെങ്ങനെ സംഘടിക്കും? നേരെ വെച്ചാൽ ഫാക്ടറിയിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് സമരം ചെയ്യാം, അല്ലേ? കയറ്റിറക്കുന്ന തൊഴിലാളിക്ക് സമരം ചെയ്യാം. അതൊക്കെ അന്നത്തെ കൺസെപ്റ്റിൽ തൊഴിലാളിയാണ്. ഇന്ന് തൊഴിലാളി എന്നുള്ള കൺസെപ്റ്റേ മാറി. ലക്ഷങ്ങൾ വാങ്ങുന്നുണ്ട്, സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സൊക്കെ വാങ്ങുന്നുണ്ട്. പക്ഷേ അവർക്കുള്ള പ്രഷർ മറ്റേ തൊഴിലാളിയേക്കാൾ ഭയങ്കര പ്രഷറാണ്. 24 hours ജോലി. വർക്ക് അറ്റ് ഹോം എന്ന് പറയുമെങ്കിലും വർക്ക് അറ്റ് പ്രിസൺ എന്നുള്ള പോലെയാണ് ജോലി. വലിയ സാലറി ഉണ്ട്, സമരം ചെയ്യാൻ പറ്റില്ല. സമരം ചെയ്താൽ അവൻ്റെ അടുത്ത് പുറത്തേക്ക് ഇടും, വേറെ ആൾ വരും അവിടെ. കൂടുതലുള്ളവർ സമരം ചെയ്യുമോ? ഇല്ല. കൂടുതലുള്ള ഒരുത്തൻ നെതർലാൻഡ്സിലേക്കും, ഒരുത്തൻ നൈജീരിയയിലേക്കും, ഒരുത്തൻ കാനഡയിലേക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് പഴയ കോൺസെപ്റ്റൊക്കെ മാറി. പക്ഷേ ബേസിക് ഫിലോസഫി ഈ പറയുന്ന എല്ലാ മനുഷ്യർക്കും, അതിപ്പോൾ കോൺഗ്രസ്സുകളായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിക്കോട്ടെ, മനുഷ്യനെ സ്നേഹിക്കുന്ന മുസ്ലിം ലീഗുകളായിക്കോട്ടെ, മനുഷ്യനെ സ്നേഹിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു വ്യക്തി ബേസിക്കലി കമ്മ്യൂണിസ്റ്റ് ഫിലോസഫിയുടെ അടുത്ത് തന്നെയാണുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള എൻ്റെ ഏറ്റവും വലിയ ടൂളും മാർക്സിസം തന്നെയാണ്. മാർക്സിസ്റ്റ് ഹിസ്റ്ററി, മാർക്സിസ്റ്റ് സൗന്ദര്യശാസ്ത്രം, ഇതൊക്കെ തന്നെയാണ് ഞാനിപ്പോഴും ഒരു വിമർശനത്തിന് ഉപയോഗിക്കുന്ന എൻ്റെ ടൂള്. ഒരു പാർട്ടി ആലയനല്ല, അല്ലാതെ തന്നെ ഇപ്പോൾ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ്, ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് കാര്യങ്ങൾ കുറച്ചും കൂടെ എന്താ പറയുക സുഖമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു ദീർഘകാലം. ഇപ്പോഴത്തെ മാധ്യമങ്ങളിൽ ഒരു റേറ്റിംഗ് വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. റേറ്റിങ്ങിന് വേണ്ടി വാർത്തകൾ ഉണ്ടാക്കുന്നു. ഒരു മാധ്യമപ്രവർത്തനം എന്നല്ല ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തനം എങ്ങനെ കാണുന്നു? ഇപ്പോഴൊക്കെ ഈ മാധ്യമപ്രവർത്തനം എന്നുള്ള ഞാൻ പറഞ്ഞില്ലേ, ഈ പഴയ ലോകം മാറി, പഴയ ആറ്റിറ്റ്യൂഡ് മാറി, പഴയ ധാർമ്മിക ബോധം മാറി. പണ്ട് അധ്യാപകരെ കണ്ടാൽ നമ്മൾ എണീറ്റ് നിൽക്കും, മടുപ്പ് തഴിച്ചിടും, സർ സുന്ദരനല്ലേ, അല്ലേ? ഇപ്പോൾ മാഷെ കണ്ട മൈൻഡ് ചെയ്യുമോ? മൈൻഡ് ചെയ്യുക. കാരണം അപ്പോൾ നമ്മൾ കുഴത്തെ മാഷ 40 ലക്ഷം കൊടുത്ത് കയറിയാതെ പറയും, 50 ലക്ഷം കൊടുത്ത് കയറിയാതെ പറയും. അവിടെ തന്നെ പോയി. അപ്പോൾ ഇവൻ 50 ലക്ഷം കൊടുത്ത് കയറിയിട്ട് ഇവൻ അധ്യാപകനാവാൻ ഇവന് പറ്റൂല, മാതൃകാ അധ്യാപകനാവാൻ പറ്റൂല. അങ്ങനെ ഓരോതിലും. അപ്പോൾ മാധ്യമപ്രവർത്തനം തന്നെയാണ് ഒരു തൊഴിലിന് വേണ്ടിയ മാധ്യമപ്രവർത്തനത്തിന് പോകുന്ന ആൾക്കാർ. പണ്ടങ്ങനെയല്ല. പണ്ട് രാജ്യസ്നേഹമുണ്ട്, അല്ലേ? രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഒരു മൊറാലിറ്റി ഉണ്ടായിരുന്നു അതിനൊക്കെ. ഇപ്പം അങ്ങനെ മൊറാലിറ്റി ഒന്നുമില്ല. ഇപ്പോൾ നീ നല്ലൊരു ആങ്കറാണെങ്കിൽ
ഒരു ചാനലിലെ വലിയ പ്രധാനപ്പെട്ട അവതാരകനാണെങ്കിൽ കുറച്ചും കൂടെ അധികം പൈസ കൊടുക്കാറുള്ള നീ അങ്ങോട്ട് പോകും. അവർ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് എന്നതൊന്നും ഇതിൻ്റെ പ്രശ്നമല്ല. ഓരോ ചാനലിനും ഓരോ മാധ്യമത്തിനും ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ. അപ്പോൾ അതുവരെ വിരുദ്ധ നിലപാടെടുത്ത ആൾ, ഇത്തരം ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അവർ പേര് പറയാത്ത സുഹൃത്തുക്കളായി ഉണ്ട് കേട്ടോ. അവർ കൂടുതൽ പൈസ കിട്ടുമെന്ന് പറയുമ്പോൾ മറ്റേ ചാനലിൽ പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ. അവർ എല്ലാവരും ഇപ്പോൾ കാണുന്നത്, എല്ലാവർക്കും അറിയാം ഒരു ജീവിതമേ ഉള്ളൂ, സ്വർഗമില്ല നരകവുമില്ല. മൈത്രയൊക്കെ ഇങ്ങനെ കേൾക്കല്ലേ ദിവസവും, സ്വർഗവുമില്ല നരകവുമില്ല. അതുകൊണ്ട് ഈ ഒരു ജീവിതമേ ഉള്ളൂ, ഈ ഒരു ജീവിതത്തിൽ മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോൾ അതിന് പണം വേണം. ആ പണത്തിന് വേണ്ടി നിങ്ങൾ ജോലി ചെയ്യുന്നു. ആ ജോലി കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടെ ചെയ്യുമ്പോൾ റേറ്റിംഗ് കൂടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നു. ഇതന്നെ ഇത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ മാധ്യമപ്രവർത്തനം.